കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയെന്ന സങ്കടകരമായ വാർത്തയാണ് ഇന്ന് നേരം വെളുത്തപ്പോൾ നമ്മുടെ മുൻപിലേക്ക് ആദ്യമെത്തിയത്. വൈഷ്ണവി, സുഹൃത്ത് വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിൽ. വിഷ്ണുവിന്റെ വീട്ടിൽ വച്ചായിരുന്നു കൊലപാതകമെന്നാണ് അറിയാൻ കഴിയുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. സുജു, രാവിലെ ഇന്നത്തെ വാർത്താ ദിവസം തുടങ്ങുന്നത് ഏറെ സങ്കടകരമായൊരു വാർത്തയോട് കൂടിയിട്ടാണ്. ഭാര്യയെയും സുഹൃത്തിനെയും ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന സങ്കടകരമായ വാർത്തയാണ്, ദാരുണമായ സംഭവമാണ് നമ്മുടെ മുൻപിലേക്ക് ഇന്ന് പുലർച്ചയിൽ ആദ്യം വരുന്നത്. എന്താണ് സംഭവിച്ചത് സുജു? മനു, ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 11:30 കൂടിയാണ് ഈ വഴക്കും കൊലപാതകത്തിനുള്ള തുടക്കവും ആരംഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് ഈ പ്രതി ബൈജുവിന് ഭാര്യയെ സംശയമുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ ബൈജുവും ഭാര്യ വൈഷ്ണവിയും തമ്മിൽ വഴക്കുണ്ടായെന്നാണ് ഇന്നലെ രാത്രി പറഞ്ഞത്. ഈ സംശയത്തെ തുടർന്നാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പോലീസിന്റെ എഫ്ഐആർ പറയുന്നത്. നമ്മൾ പോലീസിന്റെ എഫ്ഐആറിലാണ് നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. അതിൽ ഇന്നലെ രാത്രി ഈ ബൈജുവും ഭാര്യ വൈഷ്ണവിയും തമ്മിൽ വഴക്കുണ്ടാകുന്നു. തുടർന്ന് ഈ സംശയം ആരംഭിച്ചുണ്ടാക്കുന്ന വഴക്കാണ്. അതിനുശേഷമാണ് വൈഷ്ണവി അയൽക്കാരനായ സുഹൃത്തിന്റെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ആ വൈഷ്ണവിയെ പിന്തുടർന്നുകൊണ്ട് ബൈജു വാളുമായി എത്തി വൈഷ്ണവിയെ പിന്തുടർന്ന് പിന്നീട് അവിടെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചാണ് വൈഷ്ണവിയെ കൊലപ്പെടുത്തുന്നത്. തുടർന്ന് വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തി. ഇതിന് തടസ്സം ഈ വൈഷ്ണവിയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സമയം തടസ്സം നിന്ന വിഷ്ണുവിനെയും ഈ ബൈജു കൊലപ്പെടുത്തുകയായിരുന്നു. വൈഷ്ണവിയുടെ മരണം ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സ്ഥിരീകരിക്കുകയും വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷമാണ് മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രതിയായിരിക്കുന്ന ബൈജുവിന്റെ ഭാര്യ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിൽ സൗഹൃദം ഉണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. മനു പറയുന്ന പോലെ രാവിലെ ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ആ കൊലപാതകത്തിന് പിന്നിലെ മോട്ടീവും ഏറെ അത്തരത്തിലെ മോട്ടീവിന്റെ വേണ്ടി സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുക എന്ന് പറയുന്നതും അതും ഒരു വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഇരുവരുടെയും വൈഷ്ണവിയുടെയും വിഷ്ണുവിന്റെയും മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. ഒരുപക്ഷെ പത്തനംതിട്ടയിൽ തന്നെ നടത്തും. അല്ല എങ്കിൽ ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതദേഹം മാറ്റും. ഇത് പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്, പോലീസ് പറയുന്നത് എന്താണ് സുജു ഔദ്യോഗികമായിട്ട്? അതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ. പോലീസിന്റെ വേർഷൻ തന്നെ എഫ്ഐആറിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന നിലയിൽ പോലീസിന്റെ വേർഷൻ എഫ്ഐആറിൽ തന്നെ ഇത് തന്നെയാണ്. എഫ്ഐആറിൽ പറയുന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്. അതായത് പ്രതി ബൈജുവിനും ഭാര്യ വൈഷ്ണവിയെയും അതുപോലെ ഈ കൊല്ലപ്പെട്ട വിഷ്ണുവിനെയും തമ്മിൽ സംശയമുണ്ടെന്നാണ് ഈ പോലീസിന്റെ എഫ്ഐആറിൽ പറഞ്ഞത്. ഈ സംശയം അതായത് ഒരു സംശയത്തിന്റെ പുറത്താണ്, സംശയരോഗത്തിന്റെ പുറത്താണ് ഈ വലിയ ദുരന്തം ഉണ്ടായതല്ലേ? അതെ, സംശയത്തിന്റെ പുറത്ത്. ഇപ്പം നമുക്ക് ഇതിനകത്ത് പറയേണ്ട കാര്യം, ഈ അത് റിപ്പോർട്ടിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ പോലും മനു ചോദിച്ചിന്റെ മറുപടിയായി ഇനിയിപ്പോ അതല്ല അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ പോലും അങ്ങനെ കൊലപ്പെടുത്തുകയാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരേണ്ടതാണ്. നമുക്ക് സമീപകാലത്ത് പല കൊലപാതകങ്ങൾ പരിശോധിക്കുമ്പോൾ നിസ്സാര കാര്യത്തിന് മാത്രമല്ല ഈ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീതി നടപ്പാക്കേണ്ടതോ അല്ലെങ്കിൽ ശിക്ഷ വിധിക്കേണ്ടതോ ഇത്തരത്തിലൊരു ഭർത്താവ് കൊലപ്പെടുത്തൽ കൂടി അല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മറ്റ് നിയമ സംവിധാനങ്ങളും നിയമ മാർഗങ്ങളുമുണ്ട്. എന്നാലും ഇപ്പൊ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യയെയും ഭാര്യയുടെ ഈ ബൈജുവും ഈ പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാകാൻ സാധ്യത, അതോട് വ്യക്തത വരുത്തുകയാണ്. ഈ ബൈജുവും ഈ വിഷ്ണുവും സുഹൃത്തുക്കളായിരുന്നു. ഭാര്യയും വിഷ്ണുവും സുഹൃത്തുക്കളെന്നല്ല, മാത്രമല്ല ബൈജുവും വിഷ്ണുവും സുഹൃത്തുക്കളായിരുന്നു. ഇവർ അയൽവാസികളാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഈ വിഷ്ണു ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വിഷ്ണുവിന്റെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നു. വിഷ്ണുവിന്റെ ബന്ധുക്കൾ മറ്റ് തിരുവനന്തപുരത്തെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് വിഷ്ണുവിനോടൊപ്പം ഉള്ളവർ അവിടെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു ഈ സമയത്ത് രാത്രി ഈ തർക്കവും കലഹവും ഒക്കെ തുടങ്ങുന്നുണ്ട് 11:30 ഒരു 12:30 കൊലപാതകം സംഭവിക്കുന്നു. അതിലെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ പോലീസെത്തി ഇവരെ ഇന്നലെ പ്രത്യേകിച്ച് ഒരു തർക്കം തുടങ്ങാനുള്ള സാഹചര്യം എന്താണ്? നേരത്തെയും ഈ വിഷയത്തിന്റെ പേരിൽ ഇവർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ ഒരു തുടർച്ചയിലാണോ ഇന്നലെയും തർക്കമുണ്ടായത്? തീർച്ചയായിട്ടും സമാനമായി ഈ വിഷയം തന്നെ പറഞ്ഞുകൊണ്ട് ഈ സംശയത്തിന്റെ പേരിൽ തന്നെ ഇരുവരും തമ്മിൽ മുമ്പും തർക്കവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ശാരീരികമായ മർദ്ദനമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്ന
ഒരു തരത്തിൽ തന്നെയാണ് പറയുന്നത്. ഈ പോലീസിന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ എഫ്ഐആറിൽ അത് പ്രാഥമിക വിവരമാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന. പോലീസിനെ സംബന്ധിച്ചോളം അതിൽ ലഭിക്കുന്ന വിവരങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തുന്നത്. തുടർന്ന് അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുകയുള്ളൂ. ഇന്നലെ രാത്രിയാണ് ഒരു അർദ്ധരാത്രി കൊലപാതകം നടക്കുന്നു. അവർക്ക് ആ ലഭിക്കുന്ന പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിട്ട എഫ്ഐആറിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതിൽ പ്രതി ടിയാളുടെ ഭാര്യ വൈഷ്ണവിയും അയൽവാസി വിഷ്ണുവും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് പ്രതി രാത്രി വഴക്കുണ്ടാകുകയും തുടർന്ന് വിഷ്ണുവിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ അങ്ങനെ തന്നെയാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പോലീസിന്റെ എഫ്ഐആറിനെ എന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ രാത്രി അതായത് വൈഷ്ണവിയെ തർക്കം, അതായത് ഇവര് താമസിക്കുന്ന വീട്ടിൽ വെച്ച് തർക്കമുണ്ടായ ശേഷം പിന്തുടർന്ന് ഈ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തി വൈഷ്ണവി ഓടിക്കേറുകയും അവിടെ പിന്തുടർന്ന് വൈഷ്ണവിയെയും വിഷ്ണുവിനെയും ഈ കൊലപ്പെടുത്തുകയാണെന്നാണ് പോലീസിന്റെ എഫ്ഐആർ കൃത്യമായി പറയുന്നത്. ഏതാണ്ട് സമയവും പറയുന്നത് രാത്രി 11 മണിയോട് കൂടിയാണ് വൈഷ്ണവി വിഷ്ണുവിന്റെ സിറ്റ് ഔട്ടിൽ എത്തുമ്പോൾ അവിടെ പ്രതി കയ്യിൽ കരുതിയിരുന്ന കൊടുവാൾ ഉപയോഗിച്ച് വൈഷ്ണവിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഈ പറയുന്ന വിഷ്ണുവിന്റെ വീട്ടിലെ സിറ്റ് ഔട്ടിലേക്ക് വിളിച്ചിറക്കി കൊടുവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. വിഷ്ണുവിന്റെ അമ്മയാണ് കേസിൽ ഇപ്പോൾ പോലീസിന് പരാതിയായി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ മരണം സംഭവിച്ചത് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണോ അതോ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരുടെയും മരണം സംഭവിക്കുകയായിരുന്നോ? മനു, ഇതിന്റെ അകത്ത് വൈഷ്ണവി സംഭവ സ്ഥലത്ത് വെച്ച് മരിക്കുകയും വിഷ്ണുവിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് ആശുപത്രിയിൽ എത്തിയാണ് വിഷ്ണു മരണപ്പെടുന്നതാണ്. ആശുപത്രി ശേഷമാണ് വിഷ്ണുവിന്റെ മരണം സ്ഥിരീകരിക്കുന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ഉണ്ടായ ഒരു കൊലപാതകം നാടിനെ ഞെട്ടിച്ചിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു കൂടൽ പോലെ ഒരു ഗ്രാമീണ പ്രദേശമാണ് ഈ പത്തനംതിട്ട കലഞ്ഞൂർ പാടം. അവിടെയാണ് ഇപ്പോൾ ഇരട്ട കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ പ്രദേശവാസികളൊക്കെ തന്നെ വളരെ ഞെടുക്കം രേഖപ്പെടുത്തുകയാണ്. അർദ്ധരാത്രിയിൽ ഇത്തരം ഒരു കൊലപാതകം ഉണ്ടാകുന്നത്. അതായത് മനു, നമ്മൾ മാത്രമല്ല ഒരുപക്ഷെ ഈ കൂടൽ നിവാസികളെല്ലാം തന്നെ രാവിലെ കേട്ട് ഉണർന്ന വാർത്ത എന്ന് പറയുന്നത് ഈ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഇത്തരം ഒരു കൊലപാതകമാണ്. ഒരു സംശയത്തിന്റെ പേര് ബൈജു എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യ വൈഷ്ണവിയെയും വൈജുവിന്റെ സുഹൃത്തു കൂടിയായ വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതും ഇവരുടെ പ്രായം നമ്മൾ അതുകൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. വൈഷ്ണവിക്ക് 27 വയസ്സ് മാത്രമാണ്. കൊല്ലപ്പെട്ട വിഷ്ണുവിന് 34 വയസ്സ് മാത്രമാണ്. അതായത് 30 വയസ്സിൽ താഴെ മാത്രം വരുന്ന ഭാര്യയും അദ്ദേഹത്തിന്റെ കൂടി പ്രതിയുടെ കൂടി സുഹൃത്തായിരിക്കുന്ന 34-കാരൻ വിഷ്ണുവിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങേയറ്റം നീചമായ പ്രവൃത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത്, സംശയമില്ല. ഇതിൽ ഒരു സംശയ രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പും ഈ കൊലപാതകത്തിന് മുമ്പ് വിഷ്ണുവും ഈ വൈജുവും തമ്മിൽ ഫോണിൽ സംസാരിച്ചതായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നത്. പോലീസിന്റെ എഫ്ഐആറിൽ ആ കാര്യമില്ല. അതുകൊണ്ട് നമുക്കതിൽ സ്ട്രെസ് കൊടുത്ത് പറയാൻ സാധ്യമല്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം കൂടി അതിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരവും അനൌദ്യോഗികമായി തന്നെ പോലീസിന് തന്നെ ലഭിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ പോലീസിന്റെ എഫ്ഐആർ പോലീസിന്റെ ഒരു ഔദ്യോഗികമായി അവർ പറയുമ്പോൾ മാത്രമേ അക്കാര്യത്തിൽ നമുക്ക് വ്യക്തതയോട് വരുത്താൻ സാധ്യമാവുള്ളൂ. എന്നാലും ഇന്നലെ രാത്രി 11 കൂടിയാണ് ഈ വിഷ്ണുവും വൈഷ്ണവിയും തമ്മിൽ ബൈജുവും ഭാര്യ വൈഷ്ണവിയും തമ്മിൽ തർക്കമുണ്ടാകുന്നതും പിന്നീട് ആ കലഹത്തെ തുടർന്നാണ് വൈഷ്ണവി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് സിറ്റ് ഔട്ടിലേക്ക് ഓടി എത്തുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ പിന്തുടർന്നെത്തിയ ബൈജു കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് വൈഷ്ണവിയെ കൊലപ്പെടുത്തുന്നു. ഇതറിഞ്ഞുകൊണ്ട് അകത്തുനിന്ന് പുറത്തെത്തിയ വിഷ്ണു ഇതിനെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് വിഷ്ണുവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുന്ന. വിഷ്ണുവിന്റെ ശരീരത്തിൽ ഏതാണ്ട് 9-ലധികം വലിയ മുറിവുകൾ ഉണ്ടെന്നും പോലീസിന് വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതിക്രൂരമായിട്ടാണ് പ്രതി ബൈജു വിഷ്ണുവിനെ ആക്രമിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ ശരി, ഏതായാലും സുജു, നമുക്ക് അതിന്റെ തുടർ കാര്യങ്ങൾ ബാക്കി അറിയേണ്ടതുണ്ട്. അല്പസമയത്തിന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയേണ്ടതുണ്ടല്ലോ. തത്സമയം ഓടുന്ന വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതിലേക്ക് പിന്നീട് പോകാം. ഏതായാലും സുജു പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ അത് പറയാതിരിക്കാനും കഴിയില്ല. കാരണം ഒരു 2 കൊലപാതകങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി വലിയ വാർത്തയാണ്. അത് നൽകേണ്ടി വരും. എന്ത് ചെയ്യാൻ പറ്റും?